ഹലോ ഗൈസ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ റിയൽമിയുടെ റിയൽമി 8 Pro എന്ന സ്മാർട്ട് ഫോണാണ് അൺബോക്സിങ്ങും റിവ്യൂവും ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് സെൽപോയിന്റ് എന്ന സ്ഥാപനമാണ്. ഇത് അടൂരാണ് മെയിനായിട്ടും പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡിവൈസിനെ പറ്റിയോ മറ്റേതെങ്കിലും ഡിവൈസിനെ പറ്റിയോ അറിയാൻ സെൽപോയിന്റുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാകും. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യത്തെ ബോക്സ് തന്നെ എടുക്കുമ്പോൾ റിയൽമി 8 Pro എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് റിയൽമി എന്ന് ആ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷമുള്ള പേപ്പർ എടുക്കുകയാണെങ്കിൽ റിയൽമി എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എ ഗ്രേറ്റ് സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് ലീപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഡെയർ ടു ലീപ്പ് എന്നും എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല സിം എജക്റ്റ് ചെയ്യാനുള്ള പിന്നും യൂസർ മാനുവലും നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ ആസ് യൂഷ്വൽ എല്ലാ ഫോണിലും കിട്ടുന്ന പോലെ തന്നെ നമുക്ക് കേസും നമുക്ക് ഈ ഒരു ഫോണിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇത് നോർമൽ കേസാണ്, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള കേസാണ് ഇത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് എടുക്കാം. ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആണ്, നല്ലൊരു ഡിസൈനിങ്ങും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. എടുക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാം. ഫോൺ നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, 50 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജറാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല കനമുള്ള ബ്രിക്ക് തന്നെയാണ് ഇത്. അതുമാത്രമല്ല ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ടൈപ്പ് സി കേബിളാണ് ഈ ഒരു ഫോണിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല ഈ ബോക്സിൽ ബാക്കിയൊന്നുമില്ല. ഈ ബോക്സിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണെന്നും സ്ലിമ്മും ലൈറ്റ് വെയിറ്റ് ആണെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി ഈ ബാക്കിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ റിയൽമി പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ ഓണായി വരുമ്പോഴേക്കും നമുക്ക് സൈഡൊക്കെ ഒന്ന് നോക്കാം. റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണുമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് മോണോ സ്പീക്കേഴ്സാണ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല. അതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ടും മൈക്കും അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും നമുക്ക് കാണാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ സിം എജക്റ്റ് ചെയ്യാനുള്ള പോർട്ടും അതുപോലെ തന്നെ മേളിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ആക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. നല്ലൊരു ഇൻ ഹാൻഡ് ഫീൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ വെറും 126 ഗ്രാം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിസൈൻ എന്ന് വെച്ചാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാം ഓപ്പോ ഫോൺസിൻ്റെ ഒക്കെ ക്യാമറ ഡിസൈൻ സെയിം ആണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബിൽറ്റാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഡെയർ ടു ലീപ്പ് എന്ന് വലുതായിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാക്കിലെ ഡിസൈനാണ് ഏറ്റവും നല്ലൊരു ഡിസൈനാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.4 ഇഞ്ചിന്റെ സൂപ്പർ അമോലെഡ് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. സാംസങ്ങിന്റെ പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഫീച്ചറും ഈ ഒരു ഫോണിൽ നമുക്ക് കാണാം. ഈ ഒരു ഫോണിന്റെ റിഫ്രഷ് റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 60 Hz റിഫ്രഷ് റേറ്റ് മാത്രമേ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളൂ. അതുപോലെ തന്നെ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത് 1000 nits ആണ്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ നമുക്ക് പഞ്ച് ഹോൾ ക്യാമറയും കാണാൻ വേണ്ടി പറ്റുന്നതായിട്ട്. ഈ ഒരു ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 11 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. അതുമാത്രമല്ല റിയൽമിയുടെ റിയൽമി UI 2 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. റിയൽമി UI 2 ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോൺ കൂടിയാണ് റിയൽമിയുടെ റിയൽമി 8 Pro. റിയൽമി UI 2 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു പറയാനുള്ള പ്രത്യേകത ഐക്കൺസിന്റെ ഷേപ്പൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു UIയിൽ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഈ ഒരു ഫോൺ 5G സ്മാർട്ട് ഫോൺ അല്ല, ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ബ്ലൂടൂത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 5 ആണ് വരുന്നത്. അതുപോലെ തന്നെ വൈഫൈ കോളിംഗും ഈ ഒരു ഫോണിൽ സപ്പോർട്ടഡ് ആണ്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ കോൾകം സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. ഇതൊരു 8nm പ്രോസസ്സറാണ്, 5G പ്രോസസ്സർ അല്ല, 4G പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്ന റാമിനെ പറ്റി പറയുകയാണെങ്കിൽ LPDDR4X റാമാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു ഫോൺ മെയിനായിട്ടും 6GB റാം 8GB റാം എന്നീ 2 വേരിയന്റിലാണ് ലഭ്യമാകുന്നത്. ഇന്റർണൽ സ്റ്റോറേജ് ഫിക്സഡ് ആണ്, 128GB ഇന്റർണൽ സ്റ്റോറേജിലാണ് ഈ ഒരു ഫോൺ വരുന്നത്.
അതുമാത്രമല്ല ഈ ഒരു ഫോണിന്റെ സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ UFS 2.1 സ്റ്റോറേജിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതായിട്ട് ഈ ഒരു ഫോണിന്റെ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 108 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് വരുന്നത്. 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ്, 2 മെഗാ പിക്സലിന്റെ മാക്രോ എന്നിവയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നൈറ്റ് മോഡ് നമുക്ക് വീഡിയോയും ഫോട്ടോയും എടുക്കാം. അതുപോലെ തന്നെ വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, അതുപോലെ തന്നെ 108 മെഗാ പിക്സലിൻ്റെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അതുപോലെ തന്നെ മോറ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഡ്യുവൽ വ്യൂ, വീഡിയോ, സ്ലോ മോഷൻ, അങ്ങനെ പലതരത്തിലുള്ള മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ അൾട്രാ സ്റ്റഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റെബിലൈസേഷൻ കൂടി നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വീഡിയോ ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടി പല ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിൽറ്റർ നമുക്ക് അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് താപ്പോട്ടാക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടിൽറ്റ് ഷിഫ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് 4K റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയും 1080p 720p നമുക്ക് 30-60 ഫ്രെയിം പെർ സെക്കൻഡ് വരെയും നമുക്ക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇത്രമാത്രം നല്ലൊരു ക്യാമറ ഉള്ള ഫോണാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ ഡ്യുവൽ വ്യൂ വീഡിയോ എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ച് ഒരേ സമയത്ത് വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുമാത്രമല്ല ഈ ഒരു ഫോൺ 50 വോൾട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആണ്. അതുപോലെ തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് സി കേബിളും ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ മെയിൻ ആയിട്ട് 3 കളറിലാണ് ലഭ്യമാകുന്നത്. ഇൻഫിനിറ്റ് ബ്ലാക്ക്, ഇൻഫിനിറ്റ് ബ്ലൂ, ഇലുമിനാറ്റിംഗ് യെല്ലോ എന്നീ 3 കളറിലാണ് നമുക്ക് ഈ ഒരു ഫോൺ ലഭ്യമാകുന്നത്. ഇനി ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 6GB റാം 128GB ഇന്റർണൽ സ്റ്റോറേജ് വേരിയന്റിന് 17,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം 128GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റിന് 19,999 രൂപയാണ്. അതുപോലെ തന്നെ ഈ ഫോണിനെ പറ്റി എനിക്ക് ഇത്തരം കാര്യങ്ങളാണ് പറയാൻ വേണ്ടി ഉള്ളത്. എന്നാൽ ഈ ഒരു ഫോണിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഫോണിൽ നല്ല കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നമുക്ക് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ നമുക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 108 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് പറയുമ്പോൾ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് നമുക്ക് എടുത്തു പറയണം. കാരണം അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ് ഈ ഒരു ഫോൺ. അതുമാത്രമല്ല നല്ല ഇൻഹാൻഡ് ഫീലും നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ അഡ്വാൻറ്റേജസിനെ പറ്റി പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഫോണിന്റെ ഡിസ്അഡ്വാൻറ്റേജസിനെ പറ്റിയും പറയണം. ഈ ഒരു ഫോൺ 5G സ്മാർട്ട് ഫോൺ അല്ല. നമുക്കറിയാം ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെല്ലാം 5G സ്മാർട്ട് ഫോണാണ്. എന്നിട്ടും ഈ ഒരു ഫോൺ 4G സ്മാർട്ട് ഫോൺ മാത്രമാണ്. അതുകൊണ്ട് തന്നെ 5G ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു പോരായ്മയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ സ്പീക്കറും ഒരു പോരായ്മ തന്നെയാണ്. കാരണം ഈ ഒരു ഫോണിൽ നമുക്ക് മോണോ സ്പീക്കറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതൊരു സ്റ്റീരിയോ സ്പീക്കർ ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.